പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച പൂജാരിയെ വടകര പോലീസ് ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി സമ്പത്ത് എസ് ആണ് പിടിയിലായത്. ഇയാൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ശരീരത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്തിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയും ഈ സംഭവത്തിലെ പ്രതിയുമായിട്ടുള്ള എസ് സമ്പത്ത് ഒരു പൂജാരിയാണ്. ഡൽഹിയിലും കേരളത്തിലും ബാംഗ്ലൂരിലുമൊക്കെ ഇയാൾ പൂജാരിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ രണ്ടാൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചത്. അതായത് ഈ പൂജാരിയായിട്ടുള്ള സമ്പത്തിന്റെ പരിചയത്തിൽ സുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്താണെന്നിരിക്കെ കുട്ടികളെ നോക്കാൻ വിശ്വസിച്ച് സമ്പത്തിനെ ഈ സ്ത്രീ ഏൽപ്പിച്ചതായിരുന്നു. രണ്ടാൺമക്കളെ ഏൽപ്പിച്ചതായിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഈ രണ്ട് കുട്ടികൾ ഈ പൂജാരിയായിട്ടുള്ള ഈ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള സമ്പത്തിനൊപ്പമാണ് കഴിഞ്ഞു വരുന്നത്. എന്നാൽ ഈ 1.5 വർഷക്കാലത്തിനിടയ്ക്കാണ് ലൈംഗികമായി ഈ രണ്ടാൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചത്. അതുമാത്രവുമല്ല, പല സമയത്ത് ഈ കുട്ടികൾ പറഞ്ഞതനുസരിക്കാത്തതിൻ്റെയൊക്കെ പേരിലെന്ന് പറഞ്ഞ് കുട്ടികളെ പൊള്ളിക്കലടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി ചെയ്തു വന്നിരുന്നു എന്നുകൂടെയാണ് ഇപ്പോൾ പോലീസ് ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ഈ സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയെ തുടർന്ന് സമ്പത്തിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കുറെ ദിവസങ്ങളായി വടകര പോലീസ് അന്വേഷണത്തിലായിരുന്നു. ഒടുവിൽ ബാംഗ്ലൂരിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വടകര പോലീസ് ബാംഗ്ലൂരിലെത്തി ഇയാളെ പിടികൂടുന്നത്. ആ സമയത്ത് പോലീസൊക്കെ വരുന്നതറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു സമ്പത്ത്. എന്തായാലും ബാംഗ്ലൂരിൽ വെച്ച് വടകര പോലീസിന് ഈ പ്രതിയെ പിടികൂടാനായി എന്നുള്ളതാണ് കാര്യം. ലൈംഗികമായി ഉപദ്രവമേറ്റ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകി വരികയാണ്. അതോടൊപ്പം ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.